LDF സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ 9ാം വാർഷികവും കൂടിയാണ് ഇത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാരിന്റെ തുടർച്ചയാണ് ഈ ഭരണം. LDF മുന്നോട്ട് വെച്ച നവകേരള സൃഷ്ടിയുടെ പൂർത്തീകരണ ഘട്ടത്തിലാണ് ഈ വാർഷികാഘോഷം നടക്കുന്നത് തന്നെ. നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിനാണ് തിങ്കളാഴ്ച കാസർഗോഡ് കാരിക്കടവിൽ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായി സമഗ്ര വികസനം എന്നുള്ള കാഴ്ചപ്പാടിലാണ് സർക്കാരിന്റെ പ്രവർത്തനം തന്നെ. സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള വാഗ്ദാനം വെറും വാക്കല്ല എന്ന് ജനങ്ങളുടെ ബോധ്യമാണ് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കരുത്ത് തന്നെ പകരുന്നത്. നാടിന്റെ വികസനം എന്നത് വെറും വാചകമടിയല്ല എന്ന് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ 9 വർഷമാണ് കഴിഞ്ഞു പോയത്. എന്റെ കേരളം എന്ന് ഏതൊരു മലയാളിക്കും അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സാഹചര്യമാണ് ഒരുക്കിയിട്ടുമുള്ളത്. കേരളത്തിന്റെ പ്രധാന റോഡുകളിലൂടെ സഞ്ചരിച്ചാൽ തന്നെ മാറ്റം പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 9 വർഷം മുമ്പ് പൊട്ടിപ്പൊളിഞ്ഞു കിടന്ന റോഡിലൂടെ സഞ്ചരിച്ച് നടുവൊടിഞ്ഞവർ മലയോര മേഖലകളിൽ പോലും സുഖമായി യാത്ര ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. UDF കാലത്ത് ഉപേക്ഷിച്ച ദേശീയപാതയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് അതിവേഗം എത്താനുള്ള 6 വരി പാതയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സ്ഥലമെടുപ്പിന് 6000 കോടി രൂപ കിഫ്ബി വഴി സംസ്ഥാനം കൊടുക്കാൻ തയ്യാറായത് കൊണ്ടാണ് ദേശീയപാത നിർമ്മിക്കാൻ സാധിച്ചത്. മറ്റൊരു സംസ്ഥാനവും ദേശീയപാതയ്ക്ക് പണം മുടക്കിയിട്ടില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. UDF ഭരണത്തിൽ പണി അവസാനിപ്പിച്ച് ഓഫീസും പൂട്ടിപ്പോയ പദ്ധതിയാണ് LDF സർക്കാരിന്റെ ഇച്ഛാശക്തി നടപ്പാക്കാൻ സാധിക്കുന്നത്. UDF നിലപാടിൽ 12000 കോടിയുടെ നഷ്ടമാണ് കേരളത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 6000 കോടി കിഫ്ബി മുടക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന്റെ പേരിൽ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് അത് കുറയ്ക്കുകയായിരുന്നു. അസാധ്യമെന്ന് കരുതിയ പലതും സാധ്യമാക്കിയ സർക്കാർ തന്നെയാണ് ഇത്. ഗെയിൽ പൈപ്പ് ലൈൻ, മലയോര ഹൈവേ, തീരദേശ പാത, വാട്ടർ മെട്രോ, സിറ്റി ഗ്യാസ്, K-ഫോൺ, വ്യവസായ ഇടനാഴി, ദേശീയ ജലപാത തുടങ്ങി ഭാവനാപൂർവമായ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. സംസ്ഥാനത്തെ വ്യവസായ സൗഹൃദമാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആധുനിക വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി കേരളത്തെ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. ഡിജിറ്റൽ സർവകലാശാലയും ഡിജിറ്റൽ സയൻസ് പാർക്കും സ്ഥാപിച്ച സംസ്ഥാനമാണ് കേരളം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി, ഗ്രഫീൻ ഇന്നോവേഷൻ സെന്റർ, ജിനോം ഡാറ്റാ സെന്റർ, മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, സോളാർ ലിഥിയം ബാറ്ററി ഉൽപാദനം തുടങ്ങിയവ അതിൽ ചിലത് മാത്രമാണ്. ചെറുകിട സംരംഭങ്ങളിലൂടെ ലക്ഷക്കണക്കിന് തൊഴിൽ സൃഷ്ടിച്ചത് ഒരു പുതിയ ചരിത്രമായി എടുത്തു പറയേണ്ട കാര്യമാണ്. വ്യവസായ മേഖലയിൽ കാലത്തിനനുസരിച്ചുള്ള വ്യവസ്ഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിക്ഷേപ സംഗമത്തിൽ നടന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ വ്യവസായം തുടങ്ങാമെന്നത് ഒരു ചില്ലറ കാര്യമല്ല. ഏകജാലകത്തിലൂടെ ചുവപ്പ് നാടകൾക്ക് അറുതിയുമായിട്ടുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ച അതിശയിപ്പിക്കുന്നതാണ് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. അത്യാധുനിക രീതിയിലുള്ള കെട്ടിടങ്ങളും സൗകര്യങ്ങളുമാണ് സർക്കാർ ആശുപത്രികൾക്കും വിദ്യാലയങ്ങൾക്കും കേരള സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. 60 ലക്ഷം ആളുകൾക്ക് 1600 രൂപ വീതം ക്ഷേമ പെൻഷൻ നൽകുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ലൈഫ് പദ്ധതിയിലൂടെ 4 ലക്ഷം കുടുംബത്തിന് വീട് ഒരുക്കിയത് ഈ സർക്കാർ തന്നെയാണ്. ടൂറിസം മേഖലയിൽ പുതിയ കുതിപ്പിനാണ് സാക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറിയിട്ടുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശുചിത്വത്തിൽ അത്യപൂർവമായ നേട്ടമാണ് കേരളം കൈവരിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കേരളത്തെ തകർക്കാൻ കരുക്കൾ നീക്കിയവർ തന്നെ രാജ്യത്തെ മികച്ച സംസ്ഥാനത്തിനുള്ള അവാർഡ് തുടരെ നൽകേണ്ടി വന്ന അഭിമാനകരമായ നേട്ടത്തിലാണ് കേരളം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളിൽ താങ്ങാകേണ്ട കേന്ദ്ര സർക്കാർ സഹായിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, സഹായങ്ങൾ മുടക്കാനുള്ള എല്ലാ വഴികളും അവരും സ്വീകരിച്ചു എന്നത് ഒരു ഖേദകരമായ കാര്യമാണ്. അതിനെല്ലാം ജനങ്ങളുടെ കൂട്ടായ്മയിൽ അതിജീവിച്ചാണ് കേരളം മുന്നേറുന്നത്. വികസിത രാജ്യങ്ങളെ പോലും അതിശയിപ്പിക്കുന്ന അതിജീവനം ജനങ്ങളെ ഒപ്പം നിർത്തിയുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളാണ് എന്നുള്ളതിൽ ഒരു സംശയവും ആർക്കും കാണുകയില്ല. എന്നാൽ കേരളത്തിന്റെ ഈ നേട്ടങ്ങൾ അംഗീകരിക്കാൻ പ്രതിപക്ഷത്തിനോ അവരെ പിന്താങ്ങുന്ന മാധ്യമങ്ങൾക്കോ കഴിയുന്നില്ല. അതൊരു ദുഃഖകരമായ കാര്യം തന്നെയാണ്. അവർ നിരന്തരം വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളോട് പറയുന്നത് പോലും അസഹിഷ്ണുതയോടെയാണ് അവർ കാണുന്നത് തന്നെ. വാർഷികാഘോഷം ധൂർത്ത് എന്നുള്ള ഒരു ഇല്ലാ കഥയാണ് അവർ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് പറയാൻ ഒരു ചെറിയ തുക പോലും വിനിയോഗിക്കുന്നത് പോലും അവർക്ക് സഹിക്കുന്നില്ല. സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള വാശിയിലാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും. എന്നാൽ ഇവരുടെ കുത്തിത്തിരിപ്പ് ഒന്നും ജനങ്ങൾക്കിടയിൽ ഏശില്ല എന്നതിന് വാർഷികാഘോഷ ഉദ്ഘാടന ദിവസത്തെ ജനസഞ്ചയം തന്നെ തെളിവാണ്.